ട്യൂബിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. അതായത് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. ഇതിലൊരു 7-8 പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം പല എക്സാംസിനും റിപ്പീറ്റഡ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഭാഗമാണ് ഇത്. ഒരു പ്രാവശ്യം കണ്ടതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പലർക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു തവണ വീഡിയോ മുഴുവനായി കണ്ട ശേഷം നോട്ട് എഴുതിയ ശേഷം വീണ്ടും അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. ഇനി വർക്കൗട്ട് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഡൗട്ട്സ് വരികയാണെങ്കിൽ വീണ്ടും വീഡിയോ കണ്ട് ആ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്ത് മനസ്സിലാക്കി പഠിക്കാം. അപ്പം നമ്മളെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, റെഡി അല്ലേ? എല്ലാവരും പെന്നും പേപ്പറും ബുക്കും ഒക്കെ എടുത്തു വെച്ചിട്ട് കാണാൻ തുടങ്ങുക. ഇപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. ക്വസ്റ്റ്യൻ ഏതാണ്? Prove that sin a plus cos a all square equal to 1 plus 2 sin a cos a. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് sin a plus cos a all square അതിന്റെ എക്സ്പാൻഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടുന്ന ഈ ടേം കിട്ടുന്നതാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്? LHS എന്താ ഉള്ളത്? അത് എടുക്കുന്നു. LHS തന്നെ എടുക്കാൻ കാരണം എന്താ? ഇത് നമുക്ക് അറിയുന്ന ഒരു ഫോർമുലയാണ്. അത് ഏതാണ് ഫോർമുല? sin a plus cos a ഓൾ സ്ക്വയർ എന്നാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉള്ളത്. അത് എടുത്തു. അതിൽ സൈൻ എ എന്നുള്ളത് നമ്മൾ സ്മോൾ ലെറ്റർ എയും പ്ലസ് കോസ് എ എന്നുള്ള സ്മോൾ ലെറ്റർ ബിയും കൊടുത്തു. അപ്പൊ എന്ത് കിട്ടും? എ പ്ലസ് ബി ഓൾ സ്ക്വയർ. എന്താണ് എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടുക? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. നമ്മൾ പഠിച്ച ഫോർമുലയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. അപ്പൊ എയുടെ സ്ഥാനത്ത് സൈൻ എ ആണ്, ബിയുടെ സ്ഥാനത്ത് കോസ് എ ആണ്. അപ്പൊ ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? സൈൻ സ്ക്വയർ എ പ്ലസ് 2 സൈൻ എ കോസ് എ പ്ലസ് കോസ് സ്ക്വയർ എ. ഓക്കെ അല്ലേ? നമ്മൾ എക്ക് പകരം സൈൻ എ കൊടുത്തപ്പോൾ സൈൻ സ്ക്വയർ എ, 2 എക്ക് പകരം സൈൻ എ, ബിക്ക് പകരം കോസ് എ പ്ലസ് ബിക്ക് പകരം കോസ് എ എന്ന് കൊടുത്തപ്പോൾ കോസ് സ്ക്വയർ എ. ഇവിടെ സ്ക്വയർ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കണ്ട കിട്ടേണ്ട ആൻസറിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തുണ്ട്? 1 ഉണ്ട്. അപ്പൊ ഇതിൽ എവിടെയെങ്കിലും 1 വരുന്നുണ്ടോ നോക്കുക? ഇല്ല. അപ്പൊ ഇനി ഏതെങ്കിലും ടേംസ് ആഡ് ചെയ്താൽ 1 കിട്ടുമോ നോക്കുക. ഏതൊക്കെ ആഡ് ചെയ്താൽ കിട്ടും? നമ്മൾ എന്ത് ഫോർമുല പഠിച്ചിട്ടുണ്ട്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് ആഡ് ചെയ്താൽ കിട്ടും? സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. പ്ലസ് 2 സൈൻ എ കോസ് എ. അപ്പൊ ഇവിടെ ആംഗിൾസ് സെയിം ആയാൽ മതി. ആംഗിൾസ് സെയിം ആവണം, അത് നിർബന്ധമാണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും 1 ആവില്ല. രണ്ട് ആംഗിളും സെയിം ആവണം. ഒന്നെങ്കിൽ 2 തീറ്റ ആവണം, അല്ലെങ്കിൽ 2 എ ആവണം, അല്ലെങ്കിൽ 2 ബി ആവണം, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ 2 സി ആവണം. അപ്പോഴാണ് അത് ആൻസർ 1 ആയിട്ട് വരിക. അപ്പൊ എത്ര കിട്ടും? ഇതിന്റെ വാല്യൂ 1 പ്ലസ് 2 സൈൻ എ കോസ് എ, 2 സൈൻ എ കോസ് എ. അപ്പൊ നമുക്ക് ഇതാണ് കിട്ടേണ്ട റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈക്വൽ ടു RHS. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ ഇതേ ക്വസ്റ്റ്യനില് ഇവിടെ മൈനസ് വന്നിട്ട് ചോദിക്കാം. അപ്പൊ ഏതായിരിക്കും ഫോർമുല വരിക? എ മൈനസ് ബി ഹോൾ സ്ക്വയർ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ നമ്മള് ഫോർമുലക്ക് അനുസരിച്ചിട്ട് വേണം അത് ചെയ്യാൻ. അപ്പൊ എക്സാമിന് ചിലപ്പോൾ മൈനസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ചോദിക്കുക. ഓക്കെ അല്ലേ? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അത്രയും നല്ലോണം കെയർ കൊടുത്തിട്ട് തന്നെ ഇത് പഠിക്കുക. നല്ലോണം സ്റ്റെപ്സ് ഒക്കെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഏതാണ്? Prove that cosec theta divided by cosec theta minus 1 plus cosec theta divided by cosec theta plus 1 equal to 2 sec square theta. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തിട്ടാണ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത് നോക്കാം. LHS ൽ എന്താ ഉള്ളത്? LHS equal to cosec theta divided by cosec theta minus 1 plus cosec theta divided by cosec theta plus 1. ഓക്കെ, ഇനി ഇതിലെ ഓരോ ടേം എടുത്തു. പ്ലസിന്റെ ഇപ്പുറം റൈറ്റ് ഹാൻഡ് സൈഡിലും വരുന്നത്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും വരുന്നതാണ് ടേംസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടേമില് ഡിനോമിനേറ്ററിൽ 2 ടേം ഉണ്ട്. cosec theta ഉണ്ട്, 1 ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് ഉടനെ ബ്രാക്കറ്റ് കൊടുക്കും. അതേമാതിരി ഇവിടെ 2 ടേം ഉണ്ട്, അതുകൊണ്ട് അവിടെയും ബ്രാക്കറ്റ് കൊടുക്കും. ഒന്നിൽ കൂടുതൽ ടേംസ് വരുന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റ് കൊടുക്കണം. ഇനി നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ഇതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ നമ്പേഴ്സ് നമ്മൾ 3/5 പ്ലസ് 5/2 ഇങ്ങനെ ചെയ്യാറ് അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ എന്തോന്നും? cosec theta
ഇൻറ്റു കൊസീക് തീറ്റ പ്ലസ് 1. ഈ നടുക്കിൽ എന്താ സൈന് പ്ലസ്, ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വന്നു കൊസീക് തീറ്റ -1 അതിന് ബ്രാക്കറ്റ് ഉണ്ട് ഇൻറ്റു കൊസീക് തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ, ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എന്താവും കൊസീക് തീറ്റ -1 ഇൻറ്റു കൊസീക് തീറ്റ പ്ലസ് 1. ഓക്കെ അല്ലേ? ഇത്രയും സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായില്ല? നമ്മൾ സാധാരണ നമ്പർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ. ദാറ്റ്സ് ഈക്വൽ ടു, ഇനി ഇത് കൊസീക് തീറ്റ ആയി ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ കൊസീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ, എക്സ് ഇൻറ്റു എക്സ് ആണ് എന്താവും എക്സ് സ്ക്വയർ. അതേപോലെ കൊസീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ എന്താവും കൊസീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ എന്ന് പറയുമ്പോൾ കൊസീക് സ്ക്വയർ തീറ്റ എന്ന് കിട്ടി. കൊസീക് സ്ക്വയർ തീറ്റ പ്ലസ്, ഇവിടെ പ്ലസ് ആണ് സൈൻ, അതുകൊണ്ട് പ്ലസ് കൊടുത്തു. ഇത് പ്ലസ് ആണ്, ഇതും പ്ലസ് ആണ്, അതുകൊണ്ടാണ് നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ പ്ലസ് എന്ന് കിട്ടുന്നത്. അപ്പൊ കൊസീക് തീറ്റ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കൊസീക് തീറ്റ നടുക്കിൽ പ്ലസ് ആണ്, പ്ലസ് സൈൻ കൊടുത്തു. കൊസീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ ആണ്, അപ്പൊ കൊസീക് സ്ക്വയർ തീറ്റ. ഇവിടെ മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്, അപ്പൊ ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും മൈനസ് കൊസീക് തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ, ഇത് ഏത് ഫോർമുല നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. കൊസീക് തീറ്റ എയും 1 ബി ആണ് വിചാരിക്കുക. അപ്പൊ ഇത് എ മൈനസ് ബി, അതേപോലെ ഇത് എ പ്ലസ് ബി. എന്താണ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമുലയിലാണ് ഇവിടെ വരുന്നത്, ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ എക്സ്പാൻഷൻ എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഈ ഫോർമുല നമുക്ക് അറിയുന്നതാണ്, അപ്പൊ അതാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ വന്നത്. അപ്പൊ എന്താവും കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1 സ്ക്വയർ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു, ഇനി ഇവിടെ കൊസീക് സ്ക്വയർ തീറ്റ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. അപ്പൊ എത്ര കൊസീക് സ്ക്വയർ തീറ്റ ഉണ്ട് 2 കൊസീക് സ്ക്വയർ തീറ്റ. ഇനി ഇവിടെ ഒരു കൊസീക് തീറ്റ പ്ലസ് ആണ്, ഇവിടെ ഒരു കൊസീക് തീറ്റ മൈനസ് ആണ്. ആഡ് ചെയ്യുമ്പോൾ രണ്ടും ക്യാൻസൽ ചെയ്തു. ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ എന്തുണ്ട് കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച ഫണ്ടമെന്റൽ ഫോർമുലയാണ് ഇതിന് വേണ്ട ഫോർമുല കണ്ടുപിടിക്കണം. നമ്മൾ എന്താ പഠിച്ചത് 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു കൊസീക് സ്ക്വയർ തീറ്റ. അത് ഞാൻ പഠിപ്പിച്ചാണ്. അപ്പൊ ഇതിന്റെ അകത്ത് 1 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എന്താവും കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് പറഞ്ഞാൽ കോട്ട് സ്ക്വയർ തീറ്റ എന്നാണ്. അപ്പൊ ഇതിന് പകരം എന്ത് കൊടുക്കാം 2 കൊസീക് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോട്ട് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. എങ്ങനെ കോട്ട് സ്ക്വയർ തീറ്റ എന്ന് കിട്ടി? കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിന് തുല്യമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കോട്ട് സ്ക്വയർ തീറ്റ. അതുകൊണ്ടാണ് അവിടെ കോട്ട് സ്ക്വയർ തീറ്റ എന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ നോക്കുക. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടേണ്ട ആൻസർ കിട്ടിയോ? ഇല്ല. അപ്പൊ സീക്കിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇത് ഇനിയും ചെറുതാക്കണം. അപ്പൊ അത് ഈക്വൽ ടു എന്ത് ചെയ്യാ 2 കൊസീക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ആദ്യം ഒഴിവാക്കുക, നമ്മൾ നോക്കണ്ട. വെറും കൊസീക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? സൈൻ തീറ്റനെ തിരിച്ചിടുമ്പോഴാണ് എന്ത് കിട്ടുന്നത് കൊസീക് തീറ്റ കിട്ടുന്നത്. അപ്പൊ കൊസീക് സ്ക്വയർ തീറ്റ എന്തായിരിക്കും കിട്ടുക? അങ്ങനെ പറഞ്ഞാല് ഇൻറ്റു 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ. സൈൻ തീറ്റനെ തിരിച്ചിടുമ്പോൾ, അതായത് 1 ബൈ സൈൻ തീറ്റയാണ് കൊസീക് തീറ്റ. അപ്പൊ കൊസീക് സ്ക്വയർ എന്ന് വരണമെങ്കിൽ 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ, ഇനി കോട്ട് സ്ക്വയർ തീറ്റ എന്നുള്ളത്. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്നാണ്. അപ്പൊ കോട്ട് സ്ക്വയർ തീറ്റ എന്നാകുമ്പോൾ എന്തായിരിക്കും? കോട്ട് സ്ക്വയർ എന്നാകുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ ഇത് വീണ്ടും നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ 2 ഇൻറ്റു ഇവിടെ സൈൻ സ്ക്വയർ തീറ്റയും ഇവിടെ ഉള്ള സൈൻ സ്ക്വയർ തീറ്റയും ക്യാൻസൽ ചെയ്തു പോകും. 1 ഡിവൈഡഡ് ബൈ എന്ത് വരും? കോസ് സ്ക്വയർ തീറ്റ. 1 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ. ഇനി 1 ബൈ കോസ് തീറ്റ എന്താണ് പറഞ്ഞത്? സീക് തീറ്റ. 1 ബൈ കോസ് തീറ്റ എന്നാൽ സീക് തീറ്റ. അപ്പം 1 ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ 2 സീക് സ്ക്വയർ തീറ്റ. 2 സീക് സ്ക്വയർ തീറ്റ. സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ ആൻസർ കിട്ടിയില്ലേ? 2 സീക് സ്ക്വയർ തീറ്റ. അതാണ് നമ്മളെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത്. ഓക്കെ, ഇത്രയും സിമ്പിൾ ആണ്. ഇത് ഒരു 3-4 തവണ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ എത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് 1 മിനിറ്റ് ഒക്കെ മതിയാവും ഇത് ചെയ്യാൻ. അല്ലാതെ നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ ഒരുപാട് തവണ ചെയ്ത് പഠിക്കുക. ഇത് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്.
അപ്പൊ നന്നായി പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതുപോലെ തന്നെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് sin theta divided by 1 plus cos theta plus 1 plus cos theta divided by sin theta equal to 2 cosec theta. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത അതേപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തു, LHS എടുത്തു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണുള്ളത് അത് എടുത്ത് എഴുതുക. sin theta divided by 1 plus cos theta. അപ്പോൾ ഇവിടെ രണ്ട് ടേംസ് വരുന്ന എവിടെയാ? ഡിനോമിനേറ്ററിൽ രണ്ട് ടേംസ് ഉണ്ട്, അവിടെ ബ്രാക്കറ്റ് കൊടുക്കുക. പ്ലസ് ഇനി 1 plus cos theta. അപ്പോൾ 1 plus cos theta പറയുമ്പോൾ അവിടെ രണ്ട് ടേം ഉണ്ട്, ബ്രാക്കറ്റ് കൊടുത്തു. ഡിവൈഡഡ് ബൈ sin theta. ഓക്കെ, ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരുന്നു? sin theta ഇൻറ്റു sin theta പ്ലസ് നടുക്കിലെ പ്ലസ് ആണ്, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇത് രണ്ടില് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 1 plus cos theta ഇൻറ്റു 1 plus cos theta. ബ്രാക്കറ്റ് കൊടുക്കാൻ മറക്കരുത്. ബ്രാക്കറ്റ് കൊടുക്കാൻ മറന്നാൽ ആൻസർ തെറ്റും. ഇനി 1 plus cos theta ഇൻറ്റു sin theta, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നോക്കാം. x ഇൻറ്റു x എന്താണ്? x സ്ക്വയർ ആണ്. അതുപോലെ sin theta ഇൻറ്റു sin theta എന്തായിരിക്കും? sin സ്ക്വയർ theta പ്ലസ് ഇനി 1 plus cos theta ഇൻറ്റു 1 plus cos theta എന്തായിരിക്കും? 1 plus cos theta all square. 1 plus cos theta all square. ബ്രാക്കറ്റ് കൊടുത്തിട്ട് തന്നെ സ്ക്വയർ ചെയ്യണം. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 plus cos theta divided by sin theta. അത് അങ്ങനെ തന്നെ എഴുതാം, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ഒന്നും വേണ്ട. ഓക്കെ, ഇനി ഇത് ഇവിടെ ആരും വെട്ടി കളയരുത്. ഇവിടെ 1 plus cos theta കാണുന്നുണ്ട്, ഇവിടെ 1 plus cos theta all square ഉണ്ട്. വിചാരിച്ച ഉടനെ പോയി വെട്ടാൻ പാടില്ല. അതെന്തുകൊണ്ടാണ് വെട്ടാൻ പാടില്ല എന്ന് പറയുന്നത്? ക്യാൻസൽ ചെയ്യരുത് പറയുന്നത്. നടുക്കിൽ എന്താ സൈന്? പ്ലസ് ആണ്. അവിടെ ഇൻറ്റു ആയിരുന്നെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ പാടുള്ളൂ. പ്ലസോ മൈനസോ ഒന്നും വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാൻ പാടില്ല, അത് ഓർത്ത് വെക്കുക. ഇത് ഈക്വൽ ടു sin സ്ക്വയർ തീറ്റ പ്ലസ് ഇത് ഏത് ഫോർമുല അല്ല, ഈ ഒരു ടേം ഏത് ഫോർമുല ഞാൻ അവിടെ എഴുതാം. a plus b ഹോൾ സ്ക്വയർ. എന്താ a plus b ഹോൾ സ്ക്വയർ? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. അപ്പോൾ നമ്മൾ ആ ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ ടേം sin സ്ക്വയർ തീറ്റ എടുത്ത് എഴുതി. പ്ലസ് ഇനി എന്തായിരിക്കും? a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു b എന്ന് പറഞ്ഞാൽ cos തീറ്റ പ്ലസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ cos സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്? 1 പ്ലസ് cos തീറ്റ ഇൻറ്റു sin തീറ്റ. ഓക്കെ, ഇനി ഇത് ഈക്വൽ ടു, ഇനി ഇവിടെ sin സ്ക്വയർ തീറ്റയും വരുന്നുണ്ട്, cos സ്ക്വയർ തീറ്റയും വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? അത് അടുപ്പിച്ച് എഴുതുക, അത് ഒരുമിച്ച് എഴുതുക. sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ. അത് എന്തുകൊണ്ട് അങ്ങനെ എഴുതാൻ കാരണം? അത് തമ്മിൽ ആഡ് ചെയ്താൽ 1 കിട്ടും നമുക്കറിയാം. അതുകൊണ്ടാണ് അത് ഒരുമിച്ചാക്കാൻ കാരണം. പ്ലസ് 1 സ്ക്വയർ എന്ന് കാണുന്നുണ്ട് അടുത്ത്. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എന്ത് കൂടി ഉണ്ട്? cos തീറ്റ. ഇനി വീണ്ടും cos സ്ക്വയർ തീറ്റ എഴുതണോ? വേണ്ട, അത് നമ്മളെ ആവശ്യാനുസരണം ഈ രണ്ട് ടേം കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് cos തീറ്റ ഇൻറ്റു sin തീറ്റ. ഓക്കെ, ഇനി 1 പ്ലസ് ഈ ടേം ഉണ്ട് ഇവിടെ, sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ. അവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ ഈ ടേം എന്തായി മാറും? sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ, അത് 1 ആയി മാറും. അപ്പോൾ 1 പ്ലസ് ഇവിടെ അഗൈൻ 1 ഉണ്ട്, 1 പ്ലസ് 2 cos തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് cos തീറ്റ ഇൻറ്റു sin തീറ്റ. ഓക്കെ, ഇനി 1 പ്ലസ് 1 എന്ന് എന്താവും? അത് 2 എന്നാവും. അപ്പോൾ 2 പ്ലസ് 2 cos തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് cos തീറ്റ ഇൻറ്റു sin തീറ്റ. ഓക്കെ, ഇനി ന്യൂമറേറ്ററിൽ നോക്കിക്കേ. ന്യൂമറേറ്ററിൽ കോമൺ ടേം എന്താ? 2 ആണ്. ആ കോമൺ ടേം 2 ഔട്ട്സൈഡ് എടുത്തു. 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 2 തന്നെ കിട്ടുക? നമ്മൾ ഈ സ്റ്റെപ്പിന്ന് ഇതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള സ്റ്റെപ്പിലേക്ക് നമ്മൾ 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടും? 1. അത് കഴിഞ്ഞ സൈൻ എന്താ നടക്കില്? പ്ലസ് 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 cos തീറ്റ എന്ന് കിട്ടുക? cos തീറ്റ. അപ്പോൾ ഇവിടെ cos തീറ്റ ബ്രാക്കറ്റ് കൊടുത്തു ഡിവൈഡഡ് ബൈ 1 പ്ലസ് cos തീറ്റ ഇൻറ്റു sin തീറ്റ. അപ്പോൾ അവിടെ നോക്കിക്കേ, ഈ 1 പ്ലസ് cos തീറ്റയും ഈ 1 പ്ലസ് cos തീറ്റയും ക്യാൻസൽ ചെയ്തു. കാരണം എന്താ? അതിന്റെ നടുക്കിൽ ഇവിടെ ചിഹ്നം എന്ന് പറഞ്ഞാൽ ചിഹ്നം കൊടുത്തില്ല, ഇൻറ്റു എന്നാണ് വൈകിട്ട്. ഇൻറ്റു വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി 2 ഇൻറ്റു അല്ലെങ്കിൽ 2 ഡിവൈഡഡ് ബൈ എന്ത് വന്നു? sin തീറ്റ. 2 ഡിവൈഡഡ് ബൈ sin തീറ്റ.
അപ്പൊ 2 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്നുള്ള നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 1 ബൈ സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പൊ 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 തന്നെ ബൈ സൈൻ തീറ്റ. അപ്പൊ 1 ബൈ സൈൻ തീറ്റ എന്താ? കൊസീക് തീറ്റ. അപ്പൊ ഇത് എന്ത് കിട്ടും? 2 കൊസീക് തീറ്റ. ഇതാണ് നമ്മൾ എന്തിലുള്ള RHS നമുക്ക് കിട്ടിയത്. RHS നമുക്ക് തന്നിട്ടുള്ളത്. സിമ്പിൾ അല്ലേ? അപ്പൊ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് നന്നായി എഴുതി പഠിക്കാം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. നമ്മൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് മുന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ അത് എല്ലാവരും ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാം? തന്ന ക്വസ്റ്റ്യനിൽ എന്താന്ന് നോക്കിയാൽ പ്രൂവ് ദാറ്റ് sec square x plus cosec square x equal to sec square x into cosec square x. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ പ്ലസ് ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നപ്പോൾ എന്ത് വന്നു? ഇൻറ്റു എന്നായി മാറി. അപ്പൊ ഒരു പ്ലസ് തന്നിട്ട് ഇവിടേക്ക് ഇൻറ്റു ആവണമെങ്കിൽ അധികം എന്തായിരിക്കും? ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടക്കണം. അപ്പൊ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞാലാണ് അങ്ങനെ വരിക അധികം ഭൂരിഭാഗം പ്രോബ്ലത്തിലും. അപ്പൊ നമ്മൾ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് LHS sec square x plus cosec square x. അപ്പൊ ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അംശത്തിലും ഛേദത്തിലും നമുക്ക് ഓരോരോ ടേം വരണം. ഇവിടെയും വരണം, ഇവിടെയും വരണം. അപ്പൊ അങ്ങനെ ആക്കി എഴുതണം. അപ്പൊ എന്ത് ചെയ്യണം? sec തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? 1 ബൈ cos തീറ്റ ആണ്. അപ്പൊ sec സ്ക്വയർ x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ബൈ cos സ്ക്വയർ x ആണ് sec സ്ക്വയർ x എന്ന് പറയുന്നത്. ഓക്കെ, പ്ലസ് അതേമാതിരി 1 ബൈ sin തീറ്റ. 1 ബൈ sin തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ പഠിപ്പിച്ചത്? cosec തീറ്റ ആണ്. അപ്പൊ cosec സ്ക്വയർ x എന്നുള്ളതിന് പകരം എന്ത് എഴുതാം? 1 ബൈ sin സ്ക്വയർ x എന്ന് എഴുതാം. 1 ബൈ sin സ്ക്വയർ x. അപ്പൊ അത് നമുക്ക് ന്യൂമറേറ്ററിലെ ടേം ഉണ്ട്, ഡിനോമിനേറ്ററിൽ കിട്ടി. ന്യൂമറേറ്ററിലുണ്ട്, ഡിനോമിനേറ്ററിൽ കിട്ടി. അപ്പൊ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ സിമ്പിൾ ആയിട്ട്. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ എന്താവും? 1 ഇൻറ്റു sin സ്ക്വയർ x ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് cos സ്ക്വയർ x ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ cos സ്ക്വയർ x ഇൻറ്റു sin സ്ക്വയർ x. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വന്നു? 1 ഇൻറ്റു sin സ്ക്വയർ x എന്ന് പറഞ്ഞാൽ sin സ്ക്വയർ x പ്ലസ് 1 ഇൻറ്റു cos സ്ക്വയർ x എന്ന് പറഞ്ഞാൽ cos സ്ക്വയർ x ഡിവൈഡഡ് ബൈ cos സ്ക്വയർ x ഇൻറ്റു sin സ്ക്വയർ x. അപ്പൊ എന്താണ് cos സ്ക്വയർ തീറ്റ? sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ 1 ആണ്. അതേമാതിരി തീറ്റയ്ക്ക് പകരം രണ്ട് സ്ഥലത്ത് എന്തായി? x ആയി. അപ്പൊ sin സ്ക്വയർ x പ്ലസ് cos സ്ക്വയർ x എന്തായിരിക്കും? 1. അപ്പൊ 1 ഡിവൈഡഡ് ബൈ cos സ്ക്വയർ x ഇൻറ്റു sin സ്ക്വയർ x. അപ്പൊ 1 ഡിവൈഡഡ് ബൈ എന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് 1 ബൈ cos സ്ക്വയർ x ഇൻറ്റു 1 ബൈ sin സ്ക്വയർ x എന്നാക്കാം. എന്ത് ഇങ്ങനെ മാറ്റി എഴുതുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. cos സ്ക്വയർ x ഇൻറ്റു sin സ്ക്വയർ x എന്ന് പറഞ്ഞാൽ cos സ്ക്വയർ x sin സ്ക്വയർ x ആണ്. ഓക്കെ, അപ്പൊ ദാറ്റ്സ് ഈക്വൽ ടു 1 ബൈ cos തീറ്റ ആണെങ്കിൽ എന്താ വരിക? sec തീറ്റ എന്നാണ് വരിക. അപ്പൊ 1 ബൈ cos സ്ക്വയർ x എന്നാണെങ്കിലോ sec സ്ക്വയർ x ഇൻറ്റു 1 ബൈ sin തീറ്റ ആണ് എന്താ വരിക? cosec തീറ്റ എന്നാണ്. അപ്പൊ ഇവിടെ 1 ബൈ sin സ്ക്വയർ x എന്നാണ്. അപ്പൊ എന്താവും? cosec സ്ക്വയർ x അപ്പൊ നോക്കിയാൽ ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് sec സ്ക്വയർ x ഇൻറ്റു cosec സ്ക്വയർ x. അപ്പൊ നമുക്ക് ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടി. സിമ്പിൾ ആണ്. അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇവിടെ പ്ലസ് വന്നിട്ട് ഇവിടെ ഇൻറ്റുലേക്കാണ് വരുന്നതെങ്കിൽ അധികം എന്തായിരിക്കും? ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടക്കണം. ആ ഒരു ടെക്നിക്ക് നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് കിട്ടിയാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ചോദിച്ചിട്ടുള്ളതാണ്, നന്നായി പഠിക്കുക കേട്ടോ. ഇതൊക്കെ ഞാൻ ഇവിടെ അധികം ചെയ്യുന്നത് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൂവ് ദാറ്റ് 1 പ്ലസ് sin a ഡിവൈഡഡ് ബൈ cos a ഈക്വൽ ടു cos a ഡിവൈഡഡ് ബൈ 1 മൈനസ് sin a. ഈ ഒരു ക്വസ്റ്റ്യൻ 3-4 സ്റ്റെപ്പ് മാത്രമേ ചെയ്യാനുള്ളൂ. പക്ഷെ അതിന്റെ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയി ചോദിച്ചതാണ്. ഇത് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ചെയ്യാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ചെയ്യാം. അപ്പൊ ഞാനിത് ഒരു സൈഡിൽ നിന്ന് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം. അതുപോലെ നിങ്ങൾ മറ്റേ സൈഡ് എടുത്തിട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായും ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ഇതിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തന്നെ ഞാൻ എടുക്കുന്നു. ഞാൻ എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് എടുക്കാറ്. അതുകൊണ്ടാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തത്. LHS എന്താണുള്ളത്? 1 പ്ലസ് sin a ഡിവൈഡഡ് ബൈ cos a. അപ്പോൾ ഈ LHS എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എവിടെയാണ് രണ്ട് ടേംസ് വരുന്നത്? ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ? ന്യൂമറേറ്ററിലാണ്. ഇവിടെ 1 ഉണ്ട് sin a ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ടേംസ് എവിടെയാണ് വരുന്നത് നോക്കുക. ചിലപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ടേംസ് എവിടെയാണ് വരുന്നത്? ഇവിടെ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അങ്ങനെയാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിലാണ് വരുന്നത്. അപ്പൊ ആ ന്യൂമറേറ്ററിൽ വരുന്ന രണ്ട് ടേം വരുന്നതിന്റെ നമ്മളെ കോൺജുഗേറ്റ് ആണ്. കോൺജുഗേറ്റ് എന്താ നോക്കാം? നമ്മള്
കോംപ്ലക്സ് നമ്പറിന്റെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ കോൺജുഗേറ്റ് ഓഫ് 1 പ്ലസ് സൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നുമില്ല, ഈ നടുക്കുള്ള സൈന് മാറ്റി എഴുതാന്നേ ഉള്ളൂ. 1 മൈനസ് സൈൻ ആയിരിക്കും. ഇനി കോൺജുഗേറ്റ് ഓഫ് 1 മൈനസ് സൈൻ എന്തായിരിക്കും? അത് 1 പ്ലസ് സൈൻ എന്നാവും. അത്രേ വ്യത്യാസമുള്ളൂ. ഇനി ഈ കോൺജുഗേറ്റ് എടുത്തിട്ട് ഈ LHSന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ ഇവിടെ ഉള്ളത്? 1 പ്ലസ് സൈൻ ഡിവൈഡഡ് ബൈ കോസ്. LHSൽ ഇതുണ്ട്, അതിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ കോൺജുഗേറ്റ് ഉണ്ട് 1 മൈനസ് സൈൻ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്ററിനെ 1 മൈനസ് സൈൻ. അപ്പൊ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ അല്ല ഡിവൈഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ അത് 1 ആണ് ആൻസർ കിട്ടുക. 1 ഇൻറ്റു എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് മാറ്റം വരുമോ? ഇല്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം. ഇനി ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ 1 പ്ലസ് സൈൻ ഉണ്ട്, 1 പ്ലസ് സൈൻ ഇൻറ്റു രണ്ട് ടേം ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് എടുക്കണം. ഇവിടെ 1 മൈനസ് സൈൻ. അപ്പൊ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു ഇൻറ്റു ആയതുകൊണ്ട്. ഡിവൈഡഡ് ബൈ ഇവിടെ കോസ് ഇൻറ്റു 1 മൈനസ് സൈൻ. ഓക്കെ, അപ്പൊ ഇത് ഏത് ഫോർമുല? 1 പ്ലസ് സൈൻ ഇൻറ്റു 1 മൈനസ് സൈൻ എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എന്താ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ ഇതെന്താവും? എയുടെ സ്ഥാനത്ത് 1 ആണ്, അപ്പൊ 1 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബിന്റെ സ്ഥാനത്ത് സൈൻ ആണ്, അപ്പൊ സൈൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ വരിക? കോസ് എ ഇൻറ്റു 1 മൈനസ് സൈൻ. കോസ് എ ഇൻറ്റു 1 മൈനസ് സൈൻ. ദാറ്റ്സ് ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, 1 ന്റെ സ്ക്വയർ 1 തന്നെയാണ്, മൈനസ് സൈൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോസ് എ ഇൻറ്റു 1 മൈനസ് സൈൻ. ഓക്കെ അല്ലേ? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടുക? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നിട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഈ ഫോർമുല ഞാൻ പഠിപ്പിച്ചാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ 1 മൈനസ് സൈൻ സ്ക്വയർ എന്നുണ്ട്. 1 മൈനസ് സൈൻ സ്ക്വയർ എക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? കോസ് സ്ക്വയർ എന്ന് എഴുതാം. കോസ് സ്ക്വയർ എ തീറ്റയ്ക്ക് പകരം എ ആക്കി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് എ ഇൻറ്റു 1 മൈനസ് സൈൻ. കോസ് എ ഇൻറ്റു 1 മൈനസ് സൈൻ. അപ്പൊ ഇവിടെ കോസ് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? കോസ് എ ഇൻറ്റു കോസ് എ എന്നാണ്. അതാണ് കോസ് സ്ക്വയർ എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ കോസ് എ ഇൻറ്റു 1 മൈനസ് സൈൻ ഇൻറ്റു 1 മൈനസ് സൈൻ. അപ്പൊ ഒരു കോസയും ഒരു കോസയും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ എന്താ വരിക? കോസ് എ ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ. കോസ് എ ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ. അതല്ലേ നമുക്ക് ഇവിടെ കിട്ടി? ഇവിടെ നോക്കിയേ, റൈറ്റ് ഹാൻഡ് സൈഡിൽ അതാണ് നമ്മൾ RHSലുള്ളത്. സിമ്പിൾ ആയിട്ട് കാണാം. അപ്പൊ നിങ്ങൾ ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്തിട്ട് ഇതിന്റെ കോൺജുഗേറ്റ് കാണാൻ അറിയുമ്പോൾ കോൺജുഗേറ്റ് എന്തായിരിക്കും വരിക? 1 പ്ലസ് സൈൻ. ആ 1 പ്ലസ് സൈൻ എടുത്തിട്ട് ഇതിന്റെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ടേം കിട്ടും, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടും. ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. സിമ്പിൾ ആണ്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. 5 മാർക്ക് ഉണ്ടാവാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും വീഡിയോ കാണാം, റിപ്പീറ്റ് ആയി നോക്കിയിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത അതേ ടെക്നിക്സ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അതായത് കോൺജുഗേറ്റ് എന്നുള്ള ടെക്നിക് ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രോബ്ലം തന്നെയാണ് ഇത്. ഇപ്പൊ റൂട്ട് വന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും വിഷമിക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? പ്രൂവ് ദാറ്റ് റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എ ഈക്വൽ ടു CK പ്ലസ് ടാൻ എന്നാണ്. അപ്പൊ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കും. നമ്മൾ സാധാരണ പോലെ LHS എടുത്തു. എന്താണ് അവിടെ ഉള്ളത്? റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് റൂട്ട് ഓഫ്, ഈ റൂട്ടിന്റെ ഉള്ളിലാണ് രണ്ട് ടേം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പൊ രണ്ടിനും റൂട്ട് ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ നമുക്ക് അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് തരാം. സ്പ്ലിറ്റ് ചെയ്ത് എഴുതി എന്താ വരിക? റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ. ഓക്കെ, അപ്പൊ ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും രണ്ട് ടേം ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോൺജുഗേറ്റ് കൺസിഡർ ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ ഉള്ളതിന്റെ കോൺജുഗേറ്റ് എടുക്കുക, ഡിനോമിനേറ്ററിൽ ഉള്ളതിന്റെ കോൺജുഗേറ്റ് എടുക്കുക. അപ്പൊ എന്താ ഡിനോമിനേറ്ററിൽ ഉള്ളത്? conjugate of root of 1 minus sin a എന്തായിരിക്കും വരിക? root of 1 plus sin a ആണ്. 1 plus sin ആണ്. ഇവിടെ മൈനസ് ഉള്ള എന്തായി? കോൺജുഗേറ്റ് എടുത്തപ്പോൾ പ്ലസ് ആയി മാറി. ഇനി മൈനസ് ആയിരുന്നെങ്കിൽ എന്താവും? പ്ലസ് ആയി മാറി. അതേമാതിരി ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ എന്താവും? മൈനസ് ആയി മാറും കോൺജുഗേറ്റ് എടുക്കുമ്പോൾ. അത് ആ ടെക്നിക്ക് ഓർത്ത് വെക്കുക.
അപ്പൊ നമ്മളെ കോൺജുഗേറ്റ് മനസ്സിലായി. ഇനി കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാം LHSന്റെ. ഇപ്പൊ LHS എടുത്തു. LHSൽ നമുക്ക് ഇപ്പൊ എന്താ ഉള്ളത്? റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ എ. ഇതാണ് നമ്മൾ LHSൽ ഉള്ളത് നമുക്ക് കിട്ടിയത്. ഇൻറ്റു നമ്മൾ ആ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ. നമ്മൾ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എനെ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? 1 എന്നാണ് കിട്ടുക. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ മാറ്റം സംഭവിക്കുമോ? ഇല്ല. 1 കൊണ്ട് എന്തിനാ മൾട്ടിപ്ലൈ ചെയ്താലും അതേ നമ്പർ തന്നെയാണ് കിട്ടുക. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കാരണം. ഓക്കെ, ഇത് ഈക്വൽ ടു നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താവും? ഇവിടെ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ എന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ എക്സ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ പഠിപ്പിച്ചാണ് സ്റ്റാർട്ടിങ്ങിൽ. നമ്മൾ നമ്പർ സിസ്റ്റംസ് ഒക്കെ നോക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ഓർക്കാത്തവരുണ്ടെങ്കിൽ ഇത് എഴുതി വെക്കുക. റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്. അതുപോലെ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ എന്നാണ്. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ എ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് എന്തായി മാറും? ഇത് രണ്ട് ടേമിലും സെയിം ആണ്. 1 പ്ലസ് സൈൻ ആണ് ഉള്ളത് റൂട്ടിന്റെ ഉള്ളിൽ. അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്ത് എക്സ് ആയപ്പോൾ അത് എക്സ് എന്ന് കിട്ടി. അപ്പൊ ഇവിടെ എന്തായിരിക്കും കിട്ടുക? 1 പ്ലസ് സൈൻ എ 1 പ്ലസ് സൈൻ എ. സിമ്പിൾ അല്ലേ? ഡിവൈഡഡ് ബൈ, ഇനി ഇത് റൂട്ട് ഉണ്ടെന്നേ ഉള്ളൂ. ആ റൂട്ട് അവിടെ കൊടുത്തു. റൂട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, ഇത് 1 മൈനസ് സൈൻ എ ആണ്, ഇത് 1 പ്ലസ് സൈൻ എ ആണ്. ഇത് എ മൈനസ് ബി എന്നുള്ള ഫോർമുലയാണ്, ഇത് എ പ്ലസ് ബി എന്നുള്ള ഫോർമുലയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ രണ്ടിന്റെ റൂട്ടുള്ള ഞാൻ കമ്പൈൻ ചെയ്തിട്ട് രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കാണ്. കമ്പൈൻ ചെയ്തിട്ട് രണ്ടിനും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ എന്താവും? 1 മൈനസ് സൈൻ എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ കമ്പൈൻ ചെയ്തു. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള ഫോർമുല. അപ്പൊ എയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ്. അപ്പൊ എന്താവും? സൈൻ സ്ക്വയർ എ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും, മൈനസ് സൈൻ സ്ക്വയർ എ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് റൂട്ട് അവിടെ കൊടുത്തു. ഇനി എന്താ നമ്മള് 1 മൈനസ് സൈൻ സ്ക്വയർ എ പഠിപ്പിച്ചത്? അല്ലെങ്കിൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ പഠിപ്പിച്ചത്? കോസ് സ്ക്വയർ തീറ്റ ആണ്. അപ്പൊ 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ എന്താവും? കോസ് സ്ക്വയർ എ. കോസ് സ്ക്വയർ എ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ റൂട്ടും ഉണ്ട്, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. അപ്പൊ റൂട്ടും സ്ക്വയറും വന്നു കഴിഞ്ഞാൽ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി ടേം കോസ് എ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു, ഇനി 1 പ്ലസ് സൈൻ എനെ കോസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നാണ്. അപ്പൊ 1 ഡിവൈഡ് ചെയ്യണം, സൈൻ എനെയും ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താക്കാം? 1 ബൈ കോസ് എ പ്ലസ് സൈൻ എ ബൈ കോസ് എ. അപ്പൊ രണ്ട് ടേമിന് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 1 ബൈ കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്ക് എന്നാണ് കിട്ടുക. 1 ബൈ കോസ് തീറ്റ പറഞ്ഞാൽ സീക്ക് തീറ്റ ആണ്. അപ്പൊ 1 ബൈ കോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സീക്ക് എ. ഓക്കെ, പ്ലസ് ഇനി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താ പഠിപ്പിച്ചത്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ പറഞ്ഞാല് ടാൻ തീറ്റ തന്നെ. അപ്പൊ സൈൻ എ ബൈ കോസ് എന്തായിരിക്കും? ടാൻ എ. ടാൻ എ. ടാൻ എ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ സി കെ പ്ലസ് ടാൻ എ. അതല്ല നമുക്ക് കിട്ടിയത് സി കെ പ്ലസ് ടാൻ എ. ഇതാണ് നമ്മുടെ RHS ഉള്ളത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് കാണാം. വളരെ സിമ്പിൾ ആയിട്ട് കാണാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ നന്നായി എഴുതി പഠിക്കുക എല്ലാവരും. ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് പ്രോബ്ലം ഏതാണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ച് ട്രിക്കി ആയിട്ട് ചെയ്യുന്നതാണ്. നല്ലോണം മനസ്സിലാക്കണം. ഓരോ സ്റ്റെപ്പ് പോകുമ്പോഴും അത് കൃത്യമായി അനലൈസ് ചെയ്തിട്ട് വേണം പോകാൻ. പ്രോബ്ലം സിമ്പിൾ ആണ്. ആ സ്റ്റെപ്പ് മനസ്സിലായില്ലെങ്കിൽ നമുക്കിത് സ്റ്റക്ക് ആയി പോകും ചെയ്യുമ്പോൾ. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ഏതാണ്? പ്രൂവ് ദാറ്റ് കോസ് എ ബൈ 1 മൈനസ് ടാൻ എ പ്ലസ് സൈൻ എ ബൈ 1 മൈനസ് കോട്ട് എ ഈക്വൽ ടു സൈൻ എ പ്ലസ് കോസ് എ. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ചെയ്യുന്ന പോലെ എവിടെ നിന്ന് തുടങ്ങണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് തുടങ്ങുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്? LHS എന്താ ഉള്ളത്? LHS ഈക്വൽ ടു കോസ് എ ബൈ 1 മൈനസ് ടാൻ എ പ്ലസ് സൈൻ എ ബൈ 1 മൈനസ് കോട്ട് എ. ഇതാണ് നമ്മളെ ഇവിടെ ഉള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത്. ഓക്കെ, ഞാൻ രണ്ട് ഭാഗമാക്കി മാറ്റുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സ്പേസ് കൺസ്യൂം ചെയ്യാനാണ്. അപ്പൊ ഇതൊന്ന് നോക്കുക. ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ ഇത് എന്താക്കി മാറ്റും? കോസ് എ ബൈ 1 മൈനസ്
ടാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, സൈൻ എ ബൈ കോസ് എ ആണ്. സൈൻ എ ബൈ കോസ് എ ആണ്. സൈൻ എ ബൈ കോസ് എ പ്ലസ് സൈൻ എ ഈക്വൽ ടു സോറി സൈൻ എ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോട്ട് എ എന്നാണ്. കോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കോസ് എ ബൈ സൈൻ എ. കോസ് എ ബൈ സൈൻ എ. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഒന്നുമില്ല, 1 പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, 1 എന്ന് പറഞ്ഞാൽ 1/1 ആണ്. അതേമാതിരി ഇവിടെയും 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/1. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഇതിന്റെ ഡിനോമിനേറ്ററിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. ഡിനോമിനേറ്ററിൽ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എന്താവും, കോസ് എ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു കോസ് എ, കോസ് എന്ന് കിട്ടും, മൈനസ് 1 ഇൻറ്റു സൈൻ എ, സൈൻ എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു കോസ് എ, കോസ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സിമ്പിൾ ആണ്. ഡിനോമിനേറ്ററിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. സിമിലർലി അടുത്ത ടേമിലും ചെയ്യാം. സൈൻ എ ബൈ ക്രോസ് മൾട്ടിപ്ലൈ 1 ഇൻറ്റു സൈൻ എ, സൈൻ എ മൈനസ് 1 ഇൻറ്റു കോസ് എ, കോസ് എ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു സൈൻ എ, സൈൻ എ. ഓക്കെ, ഇത്രയും സ്റ്റെപ്പ് മനസ്സിലായില്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നോക്കുക, നമ്മളൊരു 3/5/2 എന്ന് എഴുതിയാൽ നമ്മൾ എന്താ ചെയ്യാറ്? 3/5/2 എന്ന് എഴുതിയാൽ നമ്മൾ 3 ഇൻറ്റു 2/5, 3 ഇൻറ്റു 2/5 ഇത് തന്നെ വിൽക്രമം കൊണ്ട് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതേപോലെ ഇത് എന്താവും അടുത്ത സ്റ്റെപ്പിൽ, കോസ് എ ഇൻറ്റു ഇത് മുകളിലേക്ക് വരും, കോസ് എ ഡിവൈഡഡ് ബൈ കോസ് എ മൈനസ് സൈൻ എ. ഓക്കെ, പ്ലസ് അടുത്ത ടൈം എന്താവും, സൈൻ എ ഇൻറ്റു സൈൻ എ ഡിവൈഡഡ് ബൈ സൈൻ എ മൈനസ് കോസ് എ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത സ്റ്റെപ്പില് ഇത് കോസ് എ ഇൻറ്റു കോസ് എന്ന് പറഞ്ഞാൽ എന്താവും, കോസ് സ്ക്വയർ ആണ്. കോസ് എ ഇൻറ്റു കോസ് എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താണ്, കോസ് എ മൈനസ് സൈൻ എ, കോസ് എ മൈനസ് സൈൻ എ ബ്രാക്കറ്റ് കൊടുക്കും, പ്ലസ് ഇനി സൈൻ എ ഇൻറ്റു സൈൻ എ എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പൊ സൈൻ എ ഇൻറ്റു സൈൻ എ എന്താവും, സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ, സൈൻ എ മൈനസ് കോസ് എ, സൈൻ എ മൈനസ് കോസ് എ. അതേ ഡിനോമിനേറ്റർ എടുത്ത് എഴുതി, വേറെ ഒന്നും ചെയ്തില്ല. ഇനി ഇവിടെ കോസ് എ മൈനസ് സൈൻ എന്നാണ്, ഇവിടെ എന്താ ഉള്ളത്, സൈൻ എ മൈനസ് കോസ് എന്നാണ്. അപ്പൊ നമുക്ക് രണ്ടും സെയിം ഡിനോമിനേറ്റർ ആയിരുന്നെങ്കിൽ ആഡ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ സെയിം ഡിനോമിനേറ്റർ ആക്കാൻ പോവാ. അതിന് വേണ്ടിയിട്ട് കോസ് സ്ക്വയർ എ ബൈ കോസ് എ മൈനസ് സൈൻ എ ഇൻറ്റു പ്ലസ് സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ ഈ മൈനസ് ഔട്ട്സൈഡ് എടുക്കും. അപ്പൊ മൈനസ് പുറത്തേക്ക് വന്നു. അപ്പൊ കോസ് എ എന്നുള്ളത് പ്ലസ് ആയി, കോസ് എ പ്ലസ് ആയി. പ്ലസ് ഒരു മൈനസ് പുറത്തേക്ക് വന്നാൽ മൈനസ് ആണ് കിട്ടുക. മൈനസ് ഇൻറ്റു മൈനസ് ആണ് പ്ലസ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലസ് ഒരു മൈനസ് പുറത്തേക്ക് വന്നു, അത് മൈനസ് ആയി, മൈനസ് സൈൻ എ. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പില് എന്താവും, കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് എ മൈനസ് സൈൻ എ പ്ലസ് ഇൻറ്റു മൈനസ് എന്നാണ് ഇവിടെ, പ്ലസും മൈനസും വന്നു. അപ്പൊ എന്താവും, മൈനസ് സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് എ മൈനസ് സൈൻ എ. ഈ പ്ലസും മൈനസും കൂടിയാണ് മൈനസ് ആയി മാറിയത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഡിനോമിനേറ്റർ നോക്കിയേ, കോസ് എ മൈനസ് സൈൻ എ, കോസ് എ മൈനസ് സൈൻ എ. രണ്ട് ഡിനോമിനേറ്റർ സെയിം ആയ എന്ത് ചെയ്യുക, ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യാം, അത് മൈനസ് ചെയ്യുകയാണെങ്കിൽ മൈനസ് ചെയ്യാം. അപ്പൊ അത് കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് എ മൈനസ് സൈൻ എ, കോസ് എ മൈനസ് സൈൻ എ. അത് അങ്ങനെ എഴുതാൻ കാരണം ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ന്യൂമറേറ്ററിന് മൈനസ് ചെയ്ത് എഴുതാൻ പറ്റിയത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, ഇത് കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ ആണ്. ഇത് ഏത് ഫോർമുല, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന്. അപ്പൊ എയുടെ സ്ഥാനത്ത് കോസ് എ ആണ്, ബിയുടെ സ്ഥാനത്ത് സൈൻ എ ആണ്. അപ്പൊ എങ്ങനെ എഴുതാം, കോസ് എ പ്ലസ് സൈൻ എ, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുമ്പോഴോ കോസ് എ മൈനസ് സൈൻ എ, അതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്, ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും, കോസ് എ മൈനസ് സൈൻ എ, കോസ് എ മൈനസ് സൈൻ എ. ഓക്കെ, അപ്പൊ ഇവിടെ കോസ് എ മൈനസ് സൈൻ എയും കോസ് എ മൈനസ് സൈൻ എയും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്താ വന്നത്, ദാറ്റ്സ് ഈക്വൽ ടു കോസ് എ പ്ലസ് സൈൻ എ.
കോസ് എ പ്ലസ് സൈൻ എ. ഈ കോസ് എ പ്ലസ് സൈൻ എ എന്നുള്ളത് നമ്മൾ 3 പ്ലസ് 2 എന്ന് എഴുതിയാലും 5 ആണ്, 2 പ്ലസ് 3 എന്ന് എഴുതിയാലും എന്ത് തന്നെയാണ് 5 ആണ്. അതുപോലെ കോസ് എ പ്ലസ് സൈൻ എ എന്ന് എഴുതിയാലും സൈൻ എ പ്ലസ് കോസ് എ എന്ന് എഴുതിയാലും എന്ത് തന്നെയാണ് സെയിം ആണ്. ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ നോക്കിയേ ഈ സൈൻ എ പ്ലസ് കോസ് എ എന്നുള്ളതാണ് ഇവിടെ RHS ൽ കിട്ടിയത്. ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ RHS. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ ഇതിൽ സ്റ്റെപ്പ് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് മൈനസ് ഔട്ട് സൈഡ് എടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഡിനോമിനേറ്ററിൽ ടാൻ എയും കോട്ടയും മാറ്റി എഴുതുന്നുണ്ട്. അവിടെ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഇതൊക്കെ നന്നായി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇതൊരു 3-4 തവണ ചെയ്ത് പഠിക്കുക. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് ആരും വിട്ട് കളയരുത്. മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരു വീഡിയോ കണ്ട് ഇത് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം. ഇതേപോലെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. നമ്മൾ ഇതേപോലെ പ്രോബ്ലം ചെയ്തായിരുന്നു. cosec theta divided by cosec theta plus 1 plus cosec theta divided by cosec theta minus 1 equal to 2 sec square theta. അതായിരുന്നു നമ്മൾ ചെയ്ത പ്രോബ്ലം. അതേപോലെ തന്നെയുള്ള സെയിം പ്രോബ്ലം ആണ്. prove that sec theta divided by sec theta plus 1 plus sec theta divided by sec theta minus 1 equal to 2 cosec square theta. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ LHS എടുത്തു. LHS ൽ എന്താ ഉള്ളത്? LHS ൽ എന്താ ഉള്ളത്? sec theta divided by sec theta plus 1. അപ്പോൾ ഇവിടെ രണ്ട് ടേംസ് ഉണ്ട്. ആ രണ്ട് ടേംസിന് ബ്രാക്കറ്റ് കൊടുത്തു. പ്ലസ് sec theta divided by sec theta minus 1. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തു. രണ്ട് ടേം ഉള്ളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ വരിക? sec theta into sec theta minus 1 പ്ലസ് നടുക്കില് പ്ലസ് ആണ് സൈൻ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ sec theta minus plus 1 into sec theta divided by sec theta plus 1 into sec theta minus 1. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ? ഈ sec theta ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. sec theta into sec theta sec square theta മൈനസ് ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. അപ്പൊ ഇൻഡ് ചെയ്യുമ്പോൾ മൈനസ് sec theta into 1 എന്ന് പറഞ്ഞാൽ sec theta പ്ലസ് ഇനി അടുത്ത എന്താവും? sec theta into sec theta sec square theta പ്ലസ്, കാരണം ഇതും പ്ലസ് ആണ് ഇവിടെയും പ്ലസ് ആണ്. അപ്പൊ 1 into sec theta sec theta ഡിവൈഡഡ് ബൈ ഇത് ഏത് ഫോർമുല? ഇത് a ആണ് ഏരിയ sec theta എന്നുള്ളത്. ഇത് b ആണ് ഏരിയ. ഇത് a ആണ് ഏരിയ. ഇത് b ആണ് ഏരിയ. a plus b into a minus b. എന്താ a plus b into a minus b? a square minus b square. അപ്പൊ a യുടെ സ്ഥാനത്ത് sec theta ആയതുകൊണ്ട് sec square theta minus 1 square. sec square theta minus 1 square. Okay, that's equal to ഇവിടെ sec square theta ഉണ്ട്, ഇവിടെ ഒരു sec square theta ഉണ്ട്. അപ്പോൾ എത്ര ഉണ്ട്? രണ്ട് sec square theta. 2 sec square theta. ഇനി ഇവിടെ ഒരു മൈനസ് sec theta ആണ്, ഇവിടെ ഒരു പ്ലസ് sec theta ആണ്. അത് ക്യാൻസൽ ചെയ്തു പോയി. ഡിവൈഡഡ് ബൈ sec square theta minus 1. 1 square എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി നമ്മൾ പഠിച്ച ഒരു ഫോർമുല ആണ് അപ്ലൈ ചെയ്യുന്നത്. ഏതാണ് ഫോർമുല? 1 plus tan square theta equal to sec square theta. ഇതാണ് നമ്മൾ പഠിച്ച ഫോർമുല. അപ്പോൾ ഇതിന്റെ അകത്ത് നിന്ന് tan square theta equal to ഞാൻ എഴുതി തന്നാണ് sec square theta minus 1 കിട്ടും. sec square theta minus 1. അപ്പോൾ ആ ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ sec square theta minus 1 എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം? tan square theta എന്ന് എഴുതാം. അപ്പോൾ 2 sec square theta divided by ഇതിന് പകരം tan square theta എന്ന് എഴുതി. tan square theta equal to നമ്മുടെ ആൻസറിൽ എത്തിയോ? ഇല്ല. അപ്പൊ ഇത് ചെറുതാക്കാൻ പറ്റുമോ നോക്കണം വീണ്ടും. അപ്പൊ 2 into sec theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ തിരിച്ചിടുമ്പോൾ കിട്ടുന്നതാണ്? cos theta ആണ്. അപ്പൊ നമുക്ക് sec square theta എന്നാൽ അതിനെ നമുക്ക് 1 by cos square theta എന്നാക്കാം. 1 by cos square theta divided by ഇനി tan theta എന്ന് പറഞ്ഞാൽ എന്താണ്? sin theta by cos theta ആണ് tan theta. അപ്പൊ tan square theta എന്തായിരിക്കും? sin square theta divided by cos square theta. ഓക്കെ, അപ്പൊ ഇവിടെ cos square theta ക്യാൻസൽ ചെയ്തു പോകും. That's equal to 2 into 1 by sin square theta. 2 into 1 by sin square theta. അതായത് 2 into 1 by sin theta എന്നാൽ cosec theta ആണ്. അപ്പോൾ 1 by sin square theta എന്തായിരിക്കും? cosec square theta. 2 cosec square theta. അപ്പോൾ നോക്കിക്കേ, നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ കിട്ടുന്നത്? 2 cosec square theta. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത് 2 cosec square theta. നമുക്ക് RHS ൽ സിമ്പിൾ അല്ലേ?
സിമ്പിൾ ആണ്. അപ്പൊ ഇതില് ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് രണ്ടും ചോദിക്കാറുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്, ഒരുപോലെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞ ആ രണ്ട് ക്വസ്റ്റ്യനും നന്നായി മനസ്സിലാക്കണം. ഒന്ന് ഇതാണ് ക്വസ്റ്റ്യൻ, അടുത്തത് ഇവിടെ കൊസീക് തീറ്റ എന്നോ. അപ്പൊ കൊസീക് തീറ്റ ഡിവൈഡഡ് ബൈ കൊസീക് തീറ്റ പ്ലസ് 1 പ്ലസ് കൊസീക് തീറ്റ ഡിവൈഡഡ് ബൈ കൊസീക് തീറ്റ മൈനസ് 1 ഈക്വൽ ടു 2 സീക് സ്ക്വയർ തീറ്റ എന്നാണ് അതിൽ ആൻസർ കിട്ടിയത്. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യനും നന്നായി പഠിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇന്ന് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ എല്ലാ ക്വസ്റ്റ്യനും തറവായി പഠിച്ചിരിക്കണം എല്ലാവരും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ കാണാം. അതായത് ട്രിഗ്നോമെട്രിക് ആംഗിൾസിന്റെ വാല്യൂസ് കണ്ടുപിടിച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായി എല്ലാവരും റെഡി ആയിരിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലാസ് എടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അത് അറിയിക്കാവുന്നതാണ്. അതിനനുസരിച്ച് ഞാൻ അതിലെ മാറ്റം ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അപ്പോൾ അത് തീർച്ചയായും നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്, ശ്യാം പ്രസാദ്.